ഹായ്, നമസ്കാരം. നമുക്കൊരു പെർഫെക്റ്റ് ഹെയർ വാഷ് അതെങ്ങനെ ചെയ്യാം, അതിൽ കൂടെ മെയിൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു 8 ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡേർട്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല ഒരു ഹെൽത്തി ആയിട്ട് വളരുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതായത് നല്ല ഒരു ക്ലെൻസിങ് വഴി നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയേക്കാവുന്ന ഡെഡ്സും ഓയിൽ പ്രൊഡക്റ്റുകളും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ടും, അങ്ങനെ ഒരു ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സ്കാൽപ്പ്, അതായത് ഒരു ഹെൽത്തി സ്കാൽപ്പിൽ നല്ല ബ്രീത്തിങ്ങും നല്ലൊരു ഓക്സിജനും കിട്ടാനായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമെന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ഹെൽത്തി സ്കാൽപ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഡാൻഡ്രഫിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും, അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ പാർലറിലൊക്കെ വന്ന് പറയുന്നതാണ് ഭയങ്കര ഇച്ചിങ് ആണ്, ചൊറിച്ചിലാണ്, ഇൻഫെക്ഷൻസ് ആണ്, പൊറ്റം പോലെ വരുന്നു, ഇങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ ഗ്ലാൻസ് ഉണ്ട്. ഈ ഓയിൽ ഗ്ലാൻസിന്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിലാവാനും, അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും മുടിക്കും ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ വാഷിങ്ങിനും ഷാമ്പൂവിനും ഒക്കെ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ബ്ലഡ് സർക്കുലേഷൻ. നമ്മൾ എന്തായാലും നമ്മൾ ഈ ഷാമ്പൂ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജിങ്, നമ്മളൊരു ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മളൊരു മസാജിങ് കൊടുത്താണ് ചെയ്യുന്നത്. ഈ മസാജിങ്ങിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ ഒരു എഫക്റ്റ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലായിട്ട് വർദ്ധിക്കാനായിട്ടും, അതുതന്നെ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും, അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിനും നറിഷ്മെന്റിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഈ ജെന്റിൽ മസാജിങ് എന്ന് പറയുന്നത്. മൂന്നാമത് ഇംപ്രൂവ് പ്രൊഡക്ഷൻ അബ്സോർപ്ഷൻ. നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്ന ഓയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രോട്ടീൻ ക്രീമുകൾ, അതായത് നമ്മൾ സ്പായ് അതുപോലെയുള്ള പ്രോട്ടീൻ മാസ്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ മുടിയിലേക്ക് അല്ലെങ്കിൽ സ്കാൽപ്പിലേക്ക് അബ്സോർപ്ഷൻ ചെയ്യാനായിട്ടും നമുക്കൊരു ഡീപ്പ് ക്ലെൻസിങ് നടത്തിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നമ്മളൊക്കെ പാർലറിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നന്നായി ഷാമ്പൂ വാഷിങ് കൊടുത്ത് സ്കാൽപ്പ് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഇതുപോലെയുള്ള സ്പാ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സ്കാൽപ്പ് നറിഷിങ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റുകളും ഒക്കെ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ടും സോഫ്റ്റ്നെസ് ആയിട്ടും വെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രോപ്പർ ഹെയർ വാഷിങ്ങും ഷാമ്പൂവും കണ്ടീഷനും വഴി നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹെയറിലുണ്ടാകുന്ന ഡൾനെസ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും, പൊല്യൂഷന്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കുറയ്ക്കാനായിട്ടും ഈ പ്രോപ്പർ ഹെയർ വാഷിംഗ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിപ്പയർ ഫോർ സ്റ്റൈലിംഗ്, ആറാമത്തെ ഗുണമാണ് നമ്മൾ പറയുന്നത്. ഏത് തരത്തിൽ നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടും നല്ല രീതിയിൽ ഹെയർ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. പല ഹെയർ സ്റ്റൈലുകളും പ്രോപ്പറായിട്ട് ഇരിക്കാത്തതും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഭംഗി നഷ്ടപ്പെടാനും ഒക്കെയുള്ള മെയിൻ കാരണം നമ്മൾ പ്രോപ്പർ ഹെയർ വാഷിംഗ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ക്ലീൻ ഹെയർ നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോൾഡ് സ്പ്രേകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹെയർ സ്റ്റൈലിംഗ് സ്പ്രേകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് കൂടുതൽ നേരം മുടിയിൽ നിൽക്കാനായിട്ടൊക്കെ നല്ലൊരു ക്ലീനിങ് ആയിട്ടുള്ള ഒരു മുടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിനെ സഹായിക്കുന്നു. റെഡ്യൂസ് ഹെയർ ഫാൾ ആണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പും മുടിയും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് വഴി തന്നെ നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മുടി കെട്ടുപിണയുന്നത്, മുടിയിൽ കുരുക്കുകൾ വീഴുന്നത് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. തലയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു. എട്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഫ്രീസ്നെസ് ആൻഡ് ഡ്രൈനെസ്. മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് കുറയ്ക്കാനായിട്ടും ഫ്രീസ്നെസ്, മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ വാഷിങ്ങും അതുപോലെയുള്ള നല്ല ഷാമ്പൂയിങ്ങും കണ്ടീഷനിങ് എഫക്റ്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ അക്കാഡമി എന്ന് പറയുന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു അക്കാഡമിയാണ്. പലതരത്തിലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജി കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ബ്ലേഡിംഗ്, ഹെയർ എക്സ്റ്റൻഷൻ, നെയിൽ ആർട്ട്,
അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നമുക്കിവിടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലോ യൂട്യൂബിലോ ഒക്കെ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.